ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു വീഡിയോയ്ക്ക് എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് സൗണ്ട് കൊടുക്കുക അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു വീഡിയോ ക്ലിപ്പ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി സൗണ്ട് കൊടുക്കണമെങ്കിൽ ഇവിടെ ഓഡിയോ ട്രാക്ക് കൊണ്ടുള്ള ഓപ്ഷൻ കാണാം. ഈ ഓഡിയോ ട്രാക്കിൽ ഈ ഒരു സിമ്പിൾ കണ്ട വോയിസ് ഓവർ കൊണ്ട് വോയിസ് ഓവർ റെക്കോർഡ്, ഇതാണ് നമ്മൾ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യുക. നമുക്ക് ഇനി ഇവിടെ അഡീഷണൽ ഓഡിയോ ട്രാക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് ട്രാക്ക് കൊണ്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അഡീഷണൽ ഓഡിയോ ട്രാക്ക് ലഭ്യമാവും. അഡീഷണൽ ഓഡിയോ ട്രാക്ക് അവൈലബിൾ ആവണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് വോയിസ് ഓവർ റെക്കോർഡ് കൊണ്ടുള്ള A1 ട്രാക്കിൽ ജസ്റ്റ് നമുക്ക് ഏത് ട്രാക്ക് യൂസ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ പറയണമൊക്കെ റെക്കോർഡ് ആവും. കണ്ട ഇവിടെ കൗണ്ട് ഡൗൺ മെസ്സേജ് വന്നു. ഇനി ആ കൗണ്ട് ഡൗൺ കഴിഞ്ഞ ശേഷം ഞാൻ പറയണ റെക്കോർഡ് ആവും. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓഫ് ആക്കണമെങ്കിൽ ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡിലെ സ്പേസ് ബാർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഞാൻ സ്പേസ് ബാർ ആണ് ക്ലിക്ക് ചെയ്തത് കീബോർഡിൽ. അപ്പോൾ അങ്ങനെ ഓഫ് ആക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞത് റെക്കോർഡാണ് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്യും. കണ്ട റെക്കോർഡായി. ഇനി ഇങ്ങനെ റെക്കോർഡ് ആകുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ, റെക്കോർഡ് ആവണില്ല അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വോയിസ് ഓവർ റെക്കോർഡ് സെറ്റിംഗ് എടുക്കുക. അതിനുശേഷം സോഴ്സും ഇൻപുട്ടും മൈക്രോഫോൺ ആണ് ജസ്റ്റ് ചെക്ക് ചെയ്യുക ഇവിടുത്തെ ഓപ്ഷനിൽ. അതിനുശേഷം ആ രണ്ടും മൈക്രോഫോൺ ആണെങ്കിൽ തന്നെ നമ്മുടെ മിക്കവാറും വർക്കാവും. പിന്നെ പ്രീ റോൾ 4 സെക്കൻഡ്, അതായത് നമുക്ക് നമ്മുടെ റെക്കോർഡിങ്ങിന് മുന്നേ ഒരു സ്ക്രീനിൽ കാണിക്കും 4, 3, 2, 1. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ 4ന്റെ അവിടെ 3 മതിയെങ്കിൽ 3 വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ പ്രീ റോൾ വേണ്ട, നേരെ റെക്കോർഡിംഗ് ആണെങ്കിൽ ജസ്റ്റ് ടിക്ക് ഓഫ് ആക്കി എടുത്താൽ. ഈ പ്രീ റോൾ ഞാൻ 3 സെക്കൻഡ് കൊടുത്തു, അതിനുശേഷം ക്ലോസ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടുന്ന് വീണ്ടും ജസ്റ്റ് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ 3 എന്നാണ് സ്റ്റാർട്ട് ആകും. കണ്ട അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇവിടുന്ന് റെക്കോർഡ് ആവും. ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ ജസ്റ്റ് പോയി ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡ് സ്പേസ് ബാർ കൊടുക്കുക. ഇനി ഈ ഒരു സിമ്പിൾ ഈ ട്രാക്കിൽ അവൈലബിൾ അല്ലാന്നായിരിക്കും, ഈ ഒരു സിമ്പിൾ ഇവിടെ ഇല്ലാന്നായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കസ്റ്റമൈസ് മറ്റുള്ള ഓപ്ഷൻ ആണ്. കസ്റ്റമൈസ് മറ്റുള്ള ഓപ്ഷനിൽ നമുക്ക് ഇവിടെ ഏത് സിമ്പിളാണ് നമുക്ക് വേണ്ടത്. ഈ സിമ്പിൾ ഓൾറെഡി ഇവിടെ അവൈലബിൾ ആണ്, അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. അഥവാ അവിടെ അവൈലബിൾ അല്ലെങ്കിൽ ജസ്റ്റ് ഇത് പിടിക്കുക, ഡ്രാഗ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുവരിക. കണ്ടോ, ഇനി എനിക്ക് ഇവിടുത്തെ ഈ ഒരു ഓപ്ഷനെ കൊണ്ടിട്ട് മ്യൂട്ട് ട്രാക്ക്, അതായത് ഒരു ട്രാക്കിന്റെ സൗണ്ട് കളയാൻ വേണ്ടിയിട്ട് മ്യൂട്ട് ചെയ്യുക. ആ ഒരു സിമ്പിളാണ് നമുക്ക് വേണ്ടെങ്കിൽ ജസ്റ്റ് M പ്രസ് ചെയ്യുക, അത് ഡ്രാഗ് ചെയ്യുക. ഇത് കണ്ട ഈ ഇതിന്റെ അവിടേക്ക് ജസ്റ്റ് കൊണ്ടുവരിക, ടോക്കി കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ഈ നമ്മളിപ്പോൾ കൊടുത്ത മ്യൂട്ട് ട്രാക്ക് ആ ഓപ്ഷൻ ഇവിടെ കിട്ടി. അങ്ങനെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഇല്ലാത്തത് കൊണ്ടുവരണമെങ്കിൽ ജസ്റ്റ് ആ ട്രാക്കിന്റെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കസ്റ്റമൈസ് ഓപ്ഷൻ എടുക്കുക, ഏതാണോ വേണ്ടത് ഡ്രാഗ് ചെയ്തെടുക്കുക. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനുള്ള കൗണ്ട് ഡൗൺ വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫ് ആക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ട്രാക്കിന്റെ അവിടെ സെറ്റിംഗ് എടുക്കുക, വോയിസ് ഓവർ റെക്കോർഡ് സെറ്റിംഗ് എടുക്കുക, അതിൽ എന്തൊക്കെയാണോ മാറ്റം വരുത്തുന്നെങ്കിൽ മാറ്റം വരുത്തുക. ഓഡിയോയുടെ പേര് മാറ്റം വരുത്തുന്നെങ്കിൽ അതും മാറ്റം വരുത്തുക.